നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുരുവായൂരിന്റെ 15 രാപ്പകലുകളെ സംഗീത ലഹരിയിൽ ആറാടിച്ച ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല വീണു. വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവം കഴിഞ്ഞ 15 ദിവസമായി തത്സമയം സംപ്രേഷണം ചെയ്ത CCTVക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആദരം. ലൈവ് ടെലികാസ്റ്റിംഗ് ഡയറക്ടർ VK പ്രമോദ് ഉപഹാരം ഏറ്റുവാങ്ങി. ഏകാദശി പൂർണ്ണതയ്ക്കായി ഭക്തർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദ്വാദശി പണസമർപ്പണം നടത്തി. ത്രയോദശി ചടങ്ങുകൾ നാളെ. കുന്നംകുളം നഗരസഭാ ഭരണം BJP പിടിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളിൽ 95% മോദി സർക്കാരിന്റേതാണെന്നും അവകാശവാദം. കുന്നംകുളം ഗുരുവായൂർ നഗരസഭകളിലെ BJP വികസന രേഖയുടെ പ്രകാശനവും സംസ്ഥാന അധ്യക്ഷൻ നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി UDF BJP ജമാഅത്തെ ഇസ്ലാമി സഖ്യമാണെന്ന് LDF. UDFന്റെ വർഗീയ ബാന്ധവത്തിൽ പ്രതിഷേധിച്ച നിരവധി പേരാണ് കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ച ഇടത് പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്നതെന്നും LDF നേതൃത്വം. പ്രചരണം അവസാന ലാപ്പിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കുന്നംകുളം നഗരസഭയിൽ ഭരണം നേടി ചരിത്രം സൃഷ്ടിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. BJP കുന്നംകുളം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും വികസന രേഖാ പ്രകാശനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDFന്റെയും LDFന്റെയും രാഷ്ട്രീയം ജനസേവനമല്ലെന്നും നുണ പറഞ്ഞ് അധികാരത്തിലെത്തിയാൽ അഴിമതിയും വികസനമില്ലായ്മയുമാണ് ജനങ്ങൾക്ക് കിട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോട്ടസ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ്, കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ചന്ദ്രശേഖരൻ പുതുശ്ശേരി, വിപിൻ കുടിയടത്ത്, NDA നേതാക്കളായ MD രാജീവ്, സിദ്ധാർത്ഥൻ കമ്പിപ്പാലം, ചന്ദ്രശേഖരൻ പുതുശ്ശേരി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ലെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി പര്യടന പദയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ കൊള്ള നടത്തിയ പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വന്തം പാർട്ടിക്കാർ തന്നെ വോട്ട് ചെയ്യില്ല. ഞങ്ങൾ സഖാവ് കൃഷ്ണപിള്ളയുടെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങളെല്ലാവരും AKGയുടെ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ ഞങ്ങൾ ആരും പിണറായിയുടെ കമ്മ്യൂണിസ്റ്റുകാരല്ലെന്നാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത്. നാടിൻ്റെ വികസനം കുട്ടിച്ചോറാക്കിയ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. മാറ്റം വരും, മാറും, മാറിയിരിക്കും. മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ഇവിടെ മത്സരിക്കുന്ന UDFന്റെ സാരഥികളെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. അവസാനം ചെവിയിൽ വീണ്ടും ചോദിച്ചു പറഞ്ഞു, ഞങ്ങളെല്ലാവരും സഖാവ് കൃഷ്ണപിള്ളയുടെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങളെല്ലാവരും AKGയുടെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങളാരും പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. മാറ്റം വരും, മാറും, മാറിയിരിക്കും. അതിന്റെ തെളിവുകൾ ഇതേപോലെ ഇനി 13-ാം തീയതി ഉച്ചയാവുന്നതിന് മുൻപ് ഇവിടെ ഇരിക്കുന്നു ലീല രാമകൃഷ്ണൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കും എന്നതും അസന്നിഗ്ധമായി എടുത്തു പറയട്ടെ. പഞ്ചായത്തിലെ 12-ാം വാർഡ് UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും TN പ്രതാപൻ നിർവഹിച്ചു. മഴുവഞ്ചേരി സെന്ററിൽ നടന്ന ചടങ്ങിൽ TN പ്രതാപൻ, PA മാധവൻ എന്നിവർ ചേർന്ന് ജാഥ ക്യാപ്റ്റൻ ലീല രാമകൃഷ്ണനും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും പതാക കൈമാറി. പദയാത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. മുൻ MLAയും DCC പ്രസിഡന്റുമായിരുന്ന PA മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CT പോൾ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VU മുസ്തഫ, UDF കൺവീനർ CT ജെയിംസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മത്തനങ്ങാടി, എരനല്ലൂർ, പെരുമണ്ണ്, കേച്ചേരി, പട്ടിക്കര സെന്റർ, പട്ടിക്കര കിഴക്കുമുറി, മണലി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ അണിനിരന്ന പദയാത്ര തലക്കോട്ടുകരയിൽ സമാപിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ ലീല രാമകൃഷ്ണന് പുറമെ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ P മാധവൻ,
NA നൌഷാദ്, യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി MM ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 സൂര്യഗ്രാമത്തിൽ നിന്നാരംഭിക്കുന്ന സ്ഥാനാർത്ഥി പദയാത്ര ആയമുക്കിൽ സമാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി UDF BJP ജമാഅത്തെ ഇസ്ലാമി സഖ്യമാണെന്ന് LDF വാർത്താസമ്മേളനത്തിലൂടെ ആരോപിച്ചു. UDFന്റെ വർഗീയ ബാന്ധവത്തിൽ പ്രതിഷേധിച്ച നിരവധി പേരാണ് കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ച മതനിരപേക്ഷ പ്രസ്ഥാനവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്നതെന്ന് LDF നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ NK അക്ബർ MLA, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, PK സൈദാലിക്കുട്ടി, ശ്രീനിവാസൻ, RT ഗഫൂർ, MR രാധാകൃഷ്ണൻ, ഖാദർ ചക്ക എന്നിവർ പറഞ്ഞു. രഹസ്യമായി BJPയുമായി നീക്കുപോക്കുണ്ടാക്കുകയും പലയിടത്തും ദുർബല സ്ഥാനാർത്ഥികളെ UDF മത്സരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് BJPക്ക് വോട്ട് ചെയ്യാൻ, മറിച്ച് വേറെ സ്ഥലങ്ങളിൽ UDF BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം. ചാവക്കാട് നഗരസഭയിൽ ഒരേ സമയം BJPയുമായും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായും UDF നീക്കുപോക്കുണ്ടെന്ന് LDF ആരോപിച്ചു. പുന്നയൂർ പഞ്ചായത്തിൽ നിരവധി തവണ വിജയിച്ച BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസിനെ സഹായിക്കുകയാണ്. വർഷങ്ങളായി കോൺഗ്രസും BJPയും മാറി മാറി വിജയിച്ച വാർഡായിട്ടും കഴിഞ്ഞ തവണ ഇവിടെ ഇടതുപക്ഷം വിജയിച്ച സാഹചര്യത്തിലാണ് വാർഡ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനെ സഹായിക്കുന്നതിന് സ്ഥാനാർത്ഥിയെ നിർത്താതെ BJP തയ്യാറായത്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൽ കടപ്പുറം ഡിവിഷനിൽ അവിടെ BJPക്ക് സ്ഥാനാർത്ഥി തന്നെ നിർത്തിയിട്ടില്ല. സാധാരണ ജില്ലാ പഞ്ചായത്ത് പറഞ്ഞാൽ പൊളിറ്റിക്കൽ വോട്ടിൻ്റെ ഒരു ഇതാണല്ലോ, ഡിവിഷനാണല്ലോ ജില്ലാ പഞ്ചായത്ത്. പ്രകടമായ രീതിയിൽ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി BJPക്ക് സ്ഥാനാർത്ഥി തന്നെ നിർത്തിയിട്ടില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFും BJPയും ജമാഅത്തെ ഇസ്ലാമി സഖ്യം ഈ നാടിൻ്റെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ചാവക്കാട് നഗരസഭ 10ാം വാർഡിൽ ജമാഅത്ത് ഇസ്ലാമി നേതാവും UDFന്റെയും വെൽഫെയർ പാർട്ടിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. നഗരസഭയിലെ 10ാം വാർഡ് ഓവുങ്ങലിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവിനെ സ്വതന്ത്രനായി നിർത്തി UDF മത്സരിപ്പിക്കുന്നത്. പുന്നയൂർ പഞ്ചായത്തിലെ 10ാം വാർഡ് എടക്കഴിയൂർ ഈസ്റ്റ് വാർഡിലും ജമാഅത്തെ ഇസ്ലാമി നേതാവ് തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി. വെൽഫെയർ പാർട്ടിയുടെ വനിതാ വിങ്ങിന്റെ ജില്ലാ നേതാവ് സ്വതന്ത്ര ചിഹ്നത്തിലാണ് ഇവിടെ മത്സരിക്കുന്നത്. ചാവക്കാട് നഗരസഭ 7ാം വാർഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതും ദുരൂഹമാണ്. നഗരസഭയിൽ 9 മുതുവട്ടൂർ, 20 മണത്തല, 23ാം വാർഡ് ബ്ലാങ്ങാട് ബീച്ച്, 28 പുത്തൻ കടപ്പുറം സൌത്ത്, 29 കോട്ടപ്പുറം, 32 പുത്തൻ കടപ്പുറം, 33 പുത്തൻ കടപ്പുറം സെന്റർ എന്നീ വാർഡുകളിലും BJP മത്സരിക്കാതെ കോൺഗ്രസിനെ സഹായിക്കുന്നുവെന്നും ഇവർ ആരോപിച്ചു. ഭരണം ലഭിച്ചാൽ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭാതല വികസന രേഖ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളിൽ 95% മോദി സർക്കാരിന്റേതാണ്. ക്ഷേത്രനഗരി മലിനപ്പെട്ട് കിടക്കുകയാണ്. ശുദ്ധജലം കിട്ടാനില്ല. ഇടതുപക്ഷ സർക്കാർ ഭരണം കേരളത്തെ 35 വർഷം പുറകോട്ട് എത്തിച്ചിരിക്കുകയാണ്. അഴിമതിയും വർഗീയതയും ഇല്ലാതാക്കാൻ BJP അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മതവും എല്ലാ വിശ്വാസവും ബഹുമാനിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ SDPI, ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഒപ്പം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ ഞങ്ങൾ എതിർക്കും, അവരെ ഒപ്പോസ് ചെയ്യും. ഇതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. അഴിമതി ചെയ്യുന്നവരെ ഞങ്ങൾ എതിർക്കും, അവരെ ഒപ്പോസ് ചെയ്യും. അതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ വരുന്ന ഇലക്ഷൻ നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതാണ്. സ്വർണ്ണക്കൊള്ള ചെയ്യുന്നവരാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? ഗുരുവായൂർ ദേവസ്വം 25 കോടി തട്ടിക്കൊണ്ടവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്? ദേവസ്വം ബോർഡിന് ദല്ലാൽമാരെ സ്ഥാപനമാക്കി മാറ്റുന്നവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്? ജമാഅത്തെ ഇസ്ലാമി SDPIന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നവരാണോ വോട്ട് കൊടുക്കേണ്ടത്? ഇതാണ് ഓപ്ഷൻ. എവിടെ നോക്കിയാലും അഴിമതി. ഓരോരോ കോർപ്പറേഷന്റെ ബഡ്ജറ്റ് ഒന്ന് പഠിച്ചാൽ, ഞാൻ തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിച്ച ആളാണ്. വികസനരേഖ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസീന് നൽകിയ പ്രകാശനം നിർവഹിച്ചു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, BJP സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, KR അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നാണ് 14ാം വാർഡ് പാലയൂർ.
UDF സിറ്റിംഗ് വാർഡെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. UDFിന് വേണ്ടി ആസിഫ് പാലയൂരും LDFിന് വേണ്ടി നിലവിലെ 11ാം വാർഡ് കൌൺസിലർ അക്ബർ കോനോത്തും BJPക്ക് വേണ്ടി പ്രസന്നകുമാറുമാണ് മത്സരരംഗത്തുള്ളത്. പൊതുവെ UDF അനുകൂല വാർഡാണെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ UDF വിജയം നേടാറുള്ളത്. 2015 തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അന്ന് 26 വോട്ടിനാണ് നിലവിലെ BJP സ്ഥാനാർത്ഥി പ്രസന്നകുമാർ UDFിലെ പീറ്റർ പാലയൂരിനോട് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ LDF ആയിരുന്നു 2ാം സ്ഥാനത്ത്. പുതുമുഖമാണെങ്കിലും നാട്ടുകാർ തന്നെ കൈവിടില്ലെന്ന് നിലവിലെ UDF സ്ഥാനാർത്ഥി ആസിഫ് പാലയൂർ പറഞ്ഞു. ചാവക്കാട് ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് കക്ഷി അതീതമായി ഞാൻ പ്രവർത്തിക്കുമെന്നും ഇത് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് വികസനത്തിന് വേണ്ടി മുൻകാലങ്ങളിൽ മുൻ കൗൺസിലർമാർ ഞങ്ങൾ UDFിൻ്റെ കൗൺസിലർമാർ നടത്തിയ വികസനത്തിൻ്റെ തുടർച്ചയായി ഈ വാർഡിൽ ഇനിയും വികസനങ്ങൾ കൊണ്ടുവരുമെന്നും ഞാനിതാ പറയുന്നു. 2020 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച CPMൽ ചേർന്നാണ് മുൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അക്ബർ കോനോത്ത് 11ാം വാർഡിൽ മത്സരിച്ചത്. നാളുകളായി നഗരസഭയുടെ വികസനം ഈ വാർഡിൽ കാര്യമായി എത്തിയില്ലെന്നും റോഡ്, കുടിവെള്ളം, തെരുവ് വിളക്ക് എന്നിവയിൽ കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടായില്ലെന്നും LDF സ്ഥാനാർത്ഥി പറഞ്ഞു. ഇവിടെ കുടിവെള്ളമായിരുന്നാലും തെരുവ് വിളക്കുകളായിരുന്നാലും റോഡുകളായിരുന്നാലും ഒന്നും കൃത്യതയില്ലാത്ത ഈ കാലഘട്ടത്തിൽ എന്നെ ഇവിടെ മത്സരിക്കാൻ നിയോഗിച്ചിട്ടുള്ളത് ഈ വാർഡ് ഞാൻ പിടിച്ചെടുത്താൽ, ഇവിടുത്തെ ജനങ്ങൾ എന്നെ സഹായിച്ചാൽ തീർച്ചയായും അവർക്ക് നല്ലൊരു മാതൃകാ കൗൺസിലറായിട്ട് ഞാൻ മാറും. അവരെ ഞാൻ ചേർത്ത് പിടിക്കും, എന്നോടൊപ്പം നിർത്തും എന്നൊരു വാഗ്ദാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വാർഡിൽ കൊണ്ടുവരാൻ നാളിതുവരെയായി കഴിഞ്ഞില്ലെന്നും കാര്യമായ വികസനം വാർഡിൽ നടന്നിട്ടില്ലെന്നും BJP സ്ഥാനാർത്ഥി പ്രസന്നകുമാർ കുറ്റപ്പെടുത്തി. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്ന നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് ഈ വാർഡിലും പ്രാവർത്തികമാക്കുന്നതിനും കഴിഞ്ഞ 10 കൊല്ലമായി UDF സ്ഥാനാർത്ഥി UDFിൻ്റെ കൗൺസിലർ ഈ വാർഡിലെ റോഡുകളോട് കാണിക്കുന്ന അനാസ്ഥയ്ക്ക് എതിരെയും ഈ നാട്ടിലെ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാദങ്ങളും മറുവാദങ്ങളുമായി 14ാം വാർഡിലെ രാഷ്ട്രീയ പ്രചരണം പൊടിപൊടിക്കുമ്പോൾ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും. തുടരും വളരും എരുമപ്പെട്ടി എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. മങ്ങാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA പ്രകാശനം നിർവഹിച്ചു. ജനകീയം, ജനക്ഷേമം, ജനപക്ഷം, സുതാര്യം, വികസനം, ദീർഘവീക്ഷണം തുടങ്ങിയ തലക്കെട്ടുകളോടെയാണ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച പത്രികയിൽ ഭരണം ലഭിച്ചാൽ അടുത്ത 5 വർഷം നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശുചിത്വ ഗ്രാമത്തിനായി ഗ്രീൻ പാർക്ക്, പട്ടികജാതി ക്ഷേമ പദ്ധതികൾ, സ്കിൽ അക്കാദമി, കായിക വികസനം, ഹാപ്പിനെസ് പാർക്ക്, ആയുർവേദ ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ പദ്ധതികൾ, സ്ത്രീ സുരക്ഷാ ഉന്നമന പദ്ധതികൾ, കാർഷിക വിനോദ പദ്ധതികൾ, ഹൈടെക് അങ്കണവാടികൾ എന്നിവയാണ് മാനിഫെസ്റ്റോയിൽ ഉയർത്തിക്കാണിക്കുന്നത്. LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ TK മനോജ് കുമാർ അധ്യക്ഷനായി. കൺവീനർ MS സിദ്ധൻ, നേതാക്കളായ S ബസന്തലാൽ, KV ശങ്കരനാരായണൻ, KM അഷറഫ്, വീരഞ്ജിത്ത്, CJ സിജോ, UK മണി, OB സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മീന സാജൻ, ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ PM സജി, സ്വപ്ന പ്രദീപ്, റൈസി ഷാജൻ എന്നിവരും പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. കേരളത്തിൽ ഒരിടത് തരംഗം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മാധ്യമങ്ങളാകെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 2020 കൂടുതൽ വലിയ വിജയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോൾ സമ്മതിക്കുകയാണ്. LDFിനെ എതിർക്കാൻ UDF വലിയ പരിശ്രമം നടത്തിയിരുന്നു. കനകോലുവിനെ പോലെയുള്ള ചാവക്കാട് നഗരസഭ LDF വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഗീതാ രാജൻ, ഷീജ പ്രശാന്ത്, MB രാജലക്ഷ്മി, സഫൂറ ബക്കർ, പ്രിജ ദേവദാസ്, പ്രസന്ന രണദിവെ, ജീന രാജീവ്, TT ശിവദാസൻ, MR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വനിതാ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുത്തു.
രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സർക്കാരിനെ വിമർശിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബിജെപി കുന്നംകുളം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും വികസന രേഖാ പ്രകാശനവും നിർവഹിക്കുന്നതിനു വേണ്ടി കുന്നംകുളത്തെത്തിയ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് സ്വമേധയാ എടുത്ത കേസിൽ രാഹുലിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടത്തുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമുള്ള കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിക്കെതിരായ ED നോട്ടീസ് സാധാരണ നടപടിക്രമമാണ്. മറുപടി തരികയാണ് സർക്കാർ ചെയ്യേണ്ടത്. ലണ്ടനിൽ നിന്ന് എന്തിന് പണം ശേഖരിച്ചു, ഇന്ത്യൻ ബാങ്കുകൾ വഴി എന്തുകൊണ്ട് പണം ശേഖരിച്ചില്ല, ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന കാര്യമല്ലേ. കമ്മീഷൻ നൽകിയതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നും രാജീവ് ചന്ദ്രശേഖർ കുന്നംകുളത്ത് പറഞ്ഞു. ഇത് എന്തുകൊണ്ട്, എന്താണ് ഇതിന്റെ താല്പര്യം, ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു ഒരു ആലോചന, എന്തായിരുന്നു ചിന്ത, എന്തായിരുന്നു അതിന്റെ സ്ട്രാറ്റജി ഒന്ന് പറയണം. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു ചോദ്യമല്ലേ, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമല്ലേ, അതിൻ്റെ ഒരു ഉത്തരം തരണം. ഒരു സർക്കാരിൻ്റെ കടമയാണ്, ഡ്യൂട്ടിയാണ് അത് പറയാൻ. ജനങ്ങൾ ചോദിക്കുമ്പോൾ ഓടിപ്പോവല്ല ചെയ്യേണ്ടത്, ഒളിച്ചു പോവല്ല ചെയ്യേണ്ടത്. ഇതൊരു രാഷ്ട്രീയം, ഇത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു കടമല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ഞങ്ങൾക്കൊരു അവകാശമില്ലേ? പറയണം. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറയണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സമഗ്ര അവലോകനമൊരുക്കി CCTV സംഘടിപ്പിക്കുന്ന ജനവിധി 2025 തത്സമയ സംവാദത്തിൽ ഗുരുവായൂർ നഗരസഭയിലെയും കടങ്ങോട് പഞ്ചായത്തിലെയും പ്രതിനിധികൾ പങ്കാളികളായി. രാവിലെ നടന്ന ആദ്യ സംവാദത്തിൽ ഗുരുവായൂർ നഗരസഭയിലെ ചെയർമാൻ CPMലെ M കൃഷ്ണദാസും പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിലെ KP ഉദയനുമാണ് വാദപ്രതിവാദങ്ങളുമായി ഏറ്റുമുട്ടിയത്. നാട് കണ്ടറിഞ്ഞ വികസനത്തോടെ ഡബിൾ ഹാട്രിക് ഭരണത്തിലേക്ക് ഇടതു ഭരണസമിതി അനായാസം എത്തിച്ചേരുമെന്ന് M കൃഷ്ണദാസ് പറഞ്ഞപ്പോൾ PR വർക്കിന്റെ പൊള്ളത്തരം മനസ്സിലാക്കുന്ന ജനം UDFനെ ഭരണത്തിലെത്തിക്കുമെന്ന് KP ഉദയനും പറഞ്ഞു. CCTV ന്യൂസ് എഡിറ്റർ രമ്യ മോഡറേറ്ററായി. ഉച്ചയ്ക്ക് ശേഷം നടന്ന ചർച്ചയിൽ കടങ്ങോട് പഞ്ചായത്തിലെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. വൈസ് പ്രസിഡന്റ് CPMലെ PS പുരുഷോത്തമൻ ഭരണപക്ഷത്തിനു വേണ്ടിയും പ്രതിപക്ഷത്തിനു വേണ്ടി കോൺഗ്രസിലെ സൈബുനിസ ഷറഫുദ്ദീൻ, BJPക്ക് വേണ്ടി KA അഭിലാഷ് എന്നിവരും പങ്കെടുത്തു. ഹാട്രിക് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് CPM പ്രതിനിധിയും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസ് അംഗവും ഭരണത്തിൽ നിർണായക സാന്നിധ്യമാകുമെന്ന് BJP പ്രതിനിധിയും പറഞ്ഞു. CCTV ന്യൂസ് എഡിറ്റർ PS ടോണി ചർച്ച നിയന്ത്രിച്ചു. നാളെ രാവിലെ 11:30 കുന്നംകുളം നഗരസഭയിലെയും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ചൂണ്ടൽ പഞ്ചായത്തിലെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചർച്ച CCTV ന്യൂസ് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. പുന്നേർകുളത്ത് വിമത സ്ഥാനാർത്ഥിയെ നിർത്തി പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചതിന് 4 കോൺഗ്രസ് പ്രവർത്തകരെ പുറത്താക്കി. 20-ാം വാർഡ് അണ്ടത്തോടിൽ റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതിനാണ് CV മുസ്തഫ, സക്കീർ ഹുസൈൻ, AH അനസ്, നൌഫൽ ചാലിൽ എന്നിവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ജില്ലാ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് പുന്നേർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PP ബാബു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം, ടൂറിസം, കായികം, ചെറുകിട വ്യവസായം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകി LDF ചാവക്കാട് നഗരസഭ പ്രകടന പത്രിക പുറത്തിറക്കി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ഫിറോസ് P തൈപ്പറമ്പിൽ അധ്യക്ഷനായി. NK അക്ബർ MLA, ഷീജ പ്രശാന്ത്, PK സൈതാലിക്കുട്ടി, MR രാധാകൃഷ്ണൻ, RTA ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ദേശചരിതം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഗുരുവായൂർ നഗരസഭയിൽ കാൽനൂറ്റാണ്ടിന്റെ നേട്ടം ഉയർത്തിക്കാട്ടി ഭരണപക്ഷമായ LDF പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ ഏത് വിധേനയും ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് UDF. BJP നേതൃത്വത്തിലുള്ള NDAയും ശക്തമായ സാന്നിധ്യമാണ്. കേരളത്തിലെ ഏക ടൗൺഷിപ്പായിരുന്ന ഗുരുവായൂർ ക്ഷേത്രനഗരി 1994 മെയ് 30-നാണ് നഗരസഭയായത്. 1995-ലാണ് ആദ്യ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. UDF വിജയിച്ച് കോൺഗ്രസിലെ പ്രൊഫസർ PK ശാന്തകുമാരി പ്രഥമ നഗരസഭാധ്യക്ഷയായി. കാലാവധി പൂർത്തിയാക്കും മുമ്പ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇവർക്ക് ഭരണം നഷ്ടമായി. LDF ഭരണം പിടിച്ചെടുത്ത് CPMലെ K മണി നഗരസഭാ അധ്യക്ഷനായി. പിന്നീട് കാൽ നൂറ്റാണ്ടിനിപ്പുറത്തേക്ക് LDFന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2010-ൽ പൂക്കോട്, തൈക്കാട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് നഗരസഭയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. നിലവിലെ ഭരണസമിതിയുടെ കാലയളവിൽ 43 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തോടെ ഇത് 46ആയി ഉയർന്നു. 2015-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാണ് ശാന്തകുമാരി കൗൺസിലിലെത്തിയത്.
LDFന് ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് കുറവ് വന്നതിനെ തുടർന്ന് ശാന്തകുമാരിയുടെ പിന്തുണയോടെയാണ് LDF ഭരണ തുടർച്ച നടത്തിയത്. ഇതോടെ UDFന്റെയും LDFന്റെയും ഭരണ കാലയളവിൽ ചെയർപേഴ്സണായെന്ന ബഹുമതി ശാന്തകുമാരിക്ക് സ്വന്തമായി. നിലവിൽ CPMലെ M കൃഷ്ണദാസ് ചെയർപേഴ്സണും CPIയിലെ അനിഷ്മ ഷാനോജ് വൈസ് ചെയർപേഴ്സണുമാണ്. അസാധ്യം എന്ന് കരുതിയിരുന്ന പല പദ്ധതികളും സാധ്യമാക്കിയ കാലഘട്ടമാണിതെന്നാണ് ഇവരുടെ അവകാശവാദം. ഇതിൽ ആദ്യ വിരൽ ചൂണ്ടുന്നത് റെയിൽവേ മേൽപ്പാലത്തിലേക്കാണ്. ഗുരുവായൂരിലെ വലിയൊരു ഗതാഗതക്കുരുക്കിനാണ് മേൽപ്പാലം വന്നതോടെ പരിഹാരമായത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 25 കോടിയോളം രൂപ ചെലവിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ പാലം നാടിന് സമർപ്പിച്ചത്. ഇതോടെ സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സർക്കാർ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മേൽപ്പാലമെന്ന ബഹുമതി ഗുരുവായൂരിന് സ്വന്തമായി. പ്രതിവർഷം 3.5 കോടി തീർത്ഥാടകരെത്തുന്ന ക്ഷേത്ര നഗരിയിലെ മാലിന്യമായിരുന്നു നഗരസഭയുടെ മറ്റൊരു തലവേദന. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയിലൂടെ ദ്രവ മാലിന്യ സംസ്കരണ രംഗത്ത് പൂർണ്ണത കൈവരിക്കാനായെന്ന് ഭരണ നേതൃത്വം അടിവരയിട്ട് സമർത്ഥിക്കുന്നു. അരനൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2021 നവംബർ 16-നാണ് പദ്ധതി കമ്മീഷൻ ചെയ്തത്. 2022 ഏപ്രിൽ 16-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 21 കോടിയാണ് പദ്ധതിക്കായി ചെലവിട്ടത്. 3 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ദ്രവമാലിന്യ സംസ്കരണശാലയിലൂടെ നഗരത്തിലെ ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ മാലിന്യം സംസ്കരിക്കാൻ തുടങ്ങി. കാലങ്ങളായി മാലിന്യമലയായി കിടന്നിരുന്ന ശവക്കോട്ട എന്നറിയപ്പെടുന്ന ചൂൽപ്പുറം ട്രഞ്ചിങ് ഗ്രൗണ്ട് പൂങ്കാവനമാക്കി മാറ്റിയത് LDF ഭരണസമിതിയുടെ വിജയ കിരീടത്തിലെ പൊൻതൂവലായി. ഇത് ദേശീയതലത്തിൽ ശ്രദ്ധ നേടി. റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു. അമൃത് പദ്ധതിയിൽ നിർമ്മിച്ച കൈവരിയോടുകൂടിയ നടപ്പാതയും തെരുവ് വിളക്കുകളും ക്ഷേത്രനഗരിയുടെ തിളക്കത്തിന് പത്തര മാറ്റേകി. നഗരം കാലങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന വെള്ളക്കെട്ടിന് അമൃത് പദ്ധതിയിൽ കാന നിർമ്മിച്ച് പരിഹാരം കണ്ടു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് അസൂയാവഹമായ നേട്ടം കൈവരിച്ചതോടെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്ലാറ്റിനം അവാർഡ് ഗുരുവായൂരിനെ തേടിയെത്തി. തുടർച്ചയായി 2 തവണ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കാനായത് ചരിത്ര നേട്ടമായി. സംസ്ഥാന പരിസ്ഥിതി മിത്ര പുരസ്കാരം, ആർദ്ര കേരളം പുരസ്കാരം, മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പുരസ്കാരം എന്നിവയും ലഭിച്ചു. 1,14,50,000 രൂപയാണ് പുരസ്കാര തുക ഇനത്തിൽ ഗുരുവായൂർ നേടിയെടുത്തത്. ഉദ്ഘാടനത്തിന്റെ വക്കിലെത്തിയ ആധുനിക ബസ് ടെർമിനൽ, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ, അമ്യൂണിറ്റി സെന്റർ, ഷീ സ്റ്റേ ഹോം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്നിവയാണ് നഗരസഭയുടെ മറ്റു പ്രധാന വികസന നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നത്. കുടിവെള്ള വിതരണത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും മികച്ച നേട്ടം കൈവരിക്കാനായി. ഈ സാഹചര്യത്തിലാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ചരിത്ര വിജയം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. LDF സർക്കാരിന്റെ കോട്ടങ്ങൾ ആയുധമാക്കി UDFും NDAയും തെരഞ്ഞെടുപ്പ് പോർമുഖത്തുണ്ട്. ഇതെല്ലാം PRO വർക്കിലൂടെ പൊലിപ്പിച്ച് കാട്ടുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അഴിമതി നിറഞ്ഞ ഭരണമെന്ന് UDF വാദം കടുപ്പിക്കുമ്പോൾ NDA പറയുന്നത് ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അമൃത് പ്രസാദ് പദ്ധതിയിലൂടെയാണെന്നാണ്. 3 മുന്നണികളിലും വിമതശല്യവും കാൽവാരലും ഉണ്ടെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയുമുണ്ട്. ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമാണ്. ആധ്യാത്മിക നഗരമായ ഗുരുവായൂരിന്റെ ഭരണചക്രം തിരിക്കാനുള്ള അവസരത്തിനു വേണ്ടി സ്ഥാനാർത്ഥികൾ ഓട്ടത്തിലായപ്പോൾ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും പുറകെയുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. ഏകാദശി പൂർണ്ണതയ്ക്കായി ഭക്തർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദ്വാദശി പണസമർപ്പണം നടത്തി. 15,28,515 രൂപയാണ് ദ്വാദശി പണമായി ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 66,935 രൂപ അധികമാണിത്. ശുഗപുരം, പെരുവനം, ഇരിങ്ങാലക്കുട ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രികളാണ് ദക്ഷിണ സ്വീകരിച്ച് ഭക്തർക്ക് അനുഗ്രഹമേകിയത്. ദ്വാദശി പണം 4 വീതിച്ച് 3,82,120 രൂപ ദേവസ്വത്തിന് നൽകി. ബാക്കി തുക അഗ്നിഹോത്രികൾ വീതിച്ചെടുത്തു. ഈ പണം യാഗാഗ്നി സംരക്ഷിക്കാനും വേദപഠനത്തിനുമായി ഉപയോഗിക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശുഗപുരം ഗ്രാമത്തിൽ നിന്ന് ചെറുമുക്ക് വൈദികരായ വല്ലഭൻ അക്കിത്തിരിപ്പാട്, ശ്രീകണ്ഠൻ സോമയാജിപ്പാട്, ഭട്ടിപ്പുത്തില്ലത്ത് രാമാനുജൻ അക്കിത്തിരിപ്പാട്, പെരുവനം ഗ്രാമത്തിലെ പെരുമ്പടപ്പ് വൈദികൻ ഋഷികേശൻ സോമയാജിപ്പാട്, ആരൂർ ഭട്ടതിരി വാസുദേവൻ സോമയാജിപ്പാട്, വെള്ളാമ്പറമ്പ് മിഥുൻ അടിത്തിരിപ്പാട്,
ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ നടുവിൽ പഴയിടം, നീലകണ്ഠൻ അടിത്തിരിപ്പാട് എന്നിവരാണ് ദക്ഷിണ സ്വീകരിച്ചത്. ഏകാദശി വ്രതമെടുത്ത ഭക്തർക്കായി ദേവസ്വം വകയായി ദ്വാദശി ഊട്ട് നൽകി. കാളൻ, ഓലൻ, വറുത്തുപ്പേരി, എരിശ്ശേരി, മോര്, പപ്പടം, ഇടിച്ചുപിഴിഞ്ഞ പായസം എന്നീ വിഭവങ്ങളടങ്ങിയ പ്രസാദ ഊട്ടിൽ ആയിരങ്ങൾ പങ്കാളികളായി. ക്ഷേത്രനട അടച്ചതിനുശേഷം തന്ത്രിമാരുടെയും ഓദിക്കന്മാരുടെയും കാർമ്മികത്വത്തിൽ മണിക്കിണറും ശ്രീലകവും രുദ്രതീർത്ഥക്കുളവും പുണ്യാഹം നടത്തി. ബുധനാഴ്ച ത്രയോദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾ സമാപിക്കും. ഗുരുവായൂരിന്റെ 15 രാപ്പകലുകളെ സംഗീത ലഹരിയിൽ ആറാടിച്ച ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല വീണു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് പ്രിയപ്പെട്ട 5 കീർത്തനങ്ങൾ പ്രഗത്ഭ സംഗീതജ്ഞർ ചേർന്ന് ആലപിച്ചായിരുന്നു സംഗീതോത്സവത്തിന്റെ സമാപനം. ചെമ്പൈയുടെ ശിഷ്യൻ സംഗീത കലാനിധി പത്മഭൂഷൺ ഡോക്ടർ TV ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആദ്യം ഹംസധ്വനി രാഗത്തിൽ വാദാംഭി ഗണപതി ആലപിച്ചു. ഹംസനന്ദിയിൽ പാവനഗുരുവും പന്തുവരാളിയിൽ സാരസാക്ഷ എന്നീ കീർത്തനങ്ങളും ആലപിച്ച ശേഷം കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ എന്ന കീർത്തനത്തോടെ സംഗീതോത്സവത്തിന് സമാപനം കുറിച്ചു. തുടക്കക്കാരും പ്രഗത്ഭരുമടക്കം 2535 പേരാണ് ഇത്തവണ സംഗീതാർച്ചന നടത്തിയത്. വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവം കഴിഞ്ഞ 15 ദിവസമായി തത്സമയം സംപ്രേഷണം ചെയ്ത CCTVക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആദരം. ലൈവ് ടെലികാസ്റ്റിംഗ് ഡയറക്ടർ VK പ്രമോദ് കുമാർ CCTVക്ക് വേണ്ടി ആദരം ഏറ്റുവാങ്ങി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പൊന്നാട ചാർത്തി ഉപഹാരം സമ്മാനിച്ചു. കഴിഞ്ഞ 15 ദിവസം സമഗ്ര സംപ്രേഷണത്തിലൂടെ സംഗീതോത്സവത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് CCTV ചെമ്പൈ സംഗീതോത്സവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സംഗീതോത്സവവുമായി സഹകരിച്ച് പ്രവർത്തിച്ച സംഗീതജ്ഞർക്കും പക്കമേളക്കാർക്കും സാങ്കേതിക വിദഗ്ധർക്കും വിവിധ മേഖലയിൽ സഹകരിച്ചവർക്കും ഉപഹാരം നൽകി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, പബ്ലിക്കേഷൻ മാനേജർ KG സുരേഷ്, PRO G വിമൽനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു S നായർക്ക് സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടകയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സ്വാമി ചിദാനന്ദപുരി സമർപ്പിച്ചു. ഏകാദശി സാംസ്കാരിക സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ DM വാസുദേവൻ, PS പ്രേമാനന്ദൻ, കോഴിക്കോട് ഗംഗാധരൻ നായർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാൽ, വർക്കിംഗ് കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ, ശ്രീകുമാർ P നായർ, മധു K നായർ, KK വേലായുധൻ, മണലൂർ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ദീപകാഴ്ച ഒരുക്കി. ഗുരുവായൂർ ദേവസ്വത്തിന്റെയും കൊല്ലം ചവറ മഹാലക്ഷ്മി വിളക്ക് സമിതിയുടെയും സഹകരണത്തോടെ വടക്കേനടയിൽ ക്ഷേത്രക്കുളത്തിന് പരിസരത്താണ് പ്രത്യേക ദീപക്കാഴ്ച ഒരുക്കിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ് എന്നിവർ ചേർന്ന് ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാൽ, വർക്കിംഗ് കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ, ശ്രീകുമാർ P നായർ, മധു K നായർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന വ്യാപാരികളായ സ്ഥാനാർത്ഥികളുടെ സംഗമം നടത്തി. ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്ന യോഗം സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കൂട്ടൂർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ 22 സ്ഥാനാർത്ഥികളെ അനുമോദിച്ചു. ജനറൽ കൺവീനർ ജോജി തോമസ്, ട്രഷറർ KK സേതുമാധവൻ, വൈസ് ചെയർമാൻമാരായ ജോർജ് എടക്കഴിയൂർ, ലോറൻസ് ഏങ്ങണ്ടിയൂർ, ജോയിന്റ് സെക്രട്ടറി ഡെന്നിസ് ഗുരുവായൂർ, വനിതാ വിംഗ് ചെയർപേഴ്സൺ KK രാജശ്രീ എന്നിവർ സംസാരിച്ചു.
വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പ്രസംഗം, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, കമ്പ്യൂട്ടർ വിഭാഗം അധ്യാപകരായ MC അശ്വതി, PC റൂമി, നിത്യ K കുമാർ, നിബ മനു എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് ഗ്രാമകുളം ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 8ാമത് ദേശവിളക്കവും അന്നദാനവും നടത്തി. ദീപാരാധനയ്ക്ക് ശേഷം തിരുവത്ര ശിവക്ഷേത്രത്തിൽ നിന്നും താലം, പഞ്ചവാദ്യം, ഉടുക്കുപാട്ട് എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടത്തി. 10 മണിയോടെ ഗ്രാമകുളം ദേശവിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. ശ്രീ വേട്ടേക്കാരൻ ഭജന സമിതി പെരിയമ്പലത്തിന്റെ ഭജനയും ഒരുമനയൂർ മാടത്തിങ്കൽ മണികണ്ഠൻ സ്വാമിയുടെ വിളക്ക് പാർട്ടിയും ഉണ്ടായിരുന്നു. ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് MS ശ്രീവത്സൻ, സെക്രട്ടറി MI ദേവൻ, രക്ഷാധികാരി KA ശശീന്ദ്രൻ, AA ഹരിചന്ദ്രൻ, MS ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റും പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന ഷാജി അമ്മാട്ടിന്റെ 13ാം ചരമവാർഷിക അനുസ്മരണം ചിറമേനങ്ങാട് സെന്ററിൽ യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യദിനമായി ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷത വഹിച്ചു. യൂണിയൻ അനുസ്മരണ യോഗം കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി MP സിജോ, കടവലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, ബ്ലോക്ക് സെക്രട്ടറിമാരായ അക്ബർ അലി, PV പ്രസാദ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത്, സെക്രട്ടറി MS അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശവിളക്കിനിടെ ലഭിച്ച സ്വർണ്ണമാല ഉടമസ്ഥനെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് ചാലിശ്ശേരി കടവാരത്ത് ശരത്ത് മാതൃകയായി. താൽക്കാലിക വിളക്കുപന്തലിന് സമീപത്തു നിന്നും ലഭിച്ച സ്വർണ്ണമാല ശരത്തും മറ്റ് അയ്യപ്പഭക്തരും ചേർന്ന് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. കവുക്കോട് ശിവക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വിജീഷ് രശ്മി ദമ്പതികളുടെ മകൾ 7 വയസ്സുള്ള അദ്രിജയുടെ മാലയാണ് നഷ്ടപ്പെട്ടിരുന്നത്. സമൂഹമാധ്യമങ്ങളിലൂടെ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇവരെത്തി മാല കൈപ്പറ്റി. 1 പതിറ്റാണ്ടിലധികമായി എല്ലാ വർഷവും ശബരിമല യാത്ര നടത്തുന്ന ശരത്തും കൂട്ടരും കഴിഞ്ഞ 6 വർഷമായി ചാലിശ്ശേരിയിൽ നിന്നും കാൽനടയായാണ് ശബരിമല യാത്ര നടത്തുന്നത്. എരുമപ്പെട്ടി പഴവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. പുലർച്ചെ വിശേഷാൽ പൂജകൾ, വിളക്കുപന്തലിൽ എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. വൈകിട്ട് 6-ന് പഴവൂർ ശ്രീ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് രാത്രി 9 മണിയോടെ വിളക്കുപന്തലിലെത്തി. തുടർന്ന് കുട്ടഞ്ചേരി രാജേഷ് വെളിച്ചപ്പാടും സംഘവും നയിച്ച ആലിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘത്തിന്റെ വിളക്ക് യോഗം നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ KA ചന്ദ്രൻ, PR രാഹുൽ, EM സുരേഷ്, PS മോഹനൻ, P ഉദയകുമാർ, PN ഉണ്ണിക്കുട്ടൻ, KS രാജീവ്, VR രഞ്ജിത്ത്, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. HIV പ്രതിരോധത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സ്കൂൾ മുതൽ ജെറൂസലേം ജംഗ്ഷൻ വരെ റാലി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി HIV ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായ ചുവന്ന റിബൺ കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ ജനീർലാൽ, NSS പ്രോഗ്രാം ഓഫീസർ ലിൻസ് കൊള്ളന്നൂർ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജപ്പാനിൽ നടന്ന JTK അന്താരാഷ്ട്ര സെമിനാറിൽ വെച്ച് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഹാൻഷി പദവി ലഭിച്ച ഞമനേങ്ങാട് ബോധിധർമ്മ JTK ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമായ അഡ്വക്കേറ്റ് KS മനോജിനെ വിദ്യാർത്ഥികൾ ആദരിച്ചു. വടക്കേക്കാട് ചാത്തോത്തയിൽ റീജൻസിയിൽ നടന്ന ഗുരുവന്ദനം 2025 കണ്ടമ്പള്ളി സ്കൂൾ പ്രധാന അധ്യാപിക രമാദേവി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി വേദ അക്കാദമി ഡയറക്ടർ സുവ്രതൻ ഗുരുക്കൾ മനോജിനെ ആദരിച്ചു. കരാത്തെ അസോസിയേഷൻ തൃശൂർ ജനറൽ സെക്രട്ടറി ദീപക് ശങ്കർ, TISKA ഇന്ത്യ ചീഫ് ഷിഹാൻ ഉസ്മാൻ, തുളസീദാസ് കോട്ടപ്പടി, PU ഷഹീൻ, TM സുരാജ്, TS സജീഷ്, ലെനിത, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മരത്തംകോട് ദേശവിളക്ക് കമ്മിറ്റിയുടെ ദേശവിളക്കും അന്നദാനവും നടന്നു. പുതിയ മാത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധിയിൽ നടന്ന വിളക്ക് യോഗത്തിന് സതീശനും സംഘവും നയിക്കുന്ന കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,905 രൂപ, പവന് 95,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 182 രൂപ. ചരമം.
കുറുക്കൻപാറ മുട്ടത്ത് വീട്ടിൽ കുമാരൻ ഭാര്യ അമ്മിണി നിര്യാതയായി സംസ്കാരം നടത്തി. പരേതനായ സന്തോഷ്, സുനിൽ, ലത എന്നിവർ മക്കളാണ്. ഗുരുവായൂർ മാണിക്യത്തുപടി ഏറത്ത് അമ്പലത്തിന് സമീപം നെടിയടത്ത് സതീന്ദ്രൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഷൈനി ഭാര്യയും ശ്രുതി, സച്ചിൻ എന്നിവർ മക്കളുമാണ്. പെരുമ്പിലാവ് ഞാലിൽ പരേതനായ അയ്യപ്പൻ മകൻ മോഹനൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. ശാന്തിനി ഭാര്യയും ദേവിക, ഷിബിൽ, ഷീമോൻ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കാണിപ്പയ്യൂർ താവുപ്പൻ ഭാര്യ മോളുക്കുട്ടി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. സോഫി, പരേതരായ അനീഷ്, ഷാജി എന്നിവർ മക്കളാണ്. കൂനമുച്ചി തരകൻ ലിജോയുടെ ഭാര്യ അനു നിര്യാതയായി. 32 വയസ്സായിരുന്നു. പ്രസവത്തെ തുടർന്ന് രക്തസമ്മർദ്ദം കൂടി കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ചികിത്സയിലായിരുന്നു അനു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ജോഹൻ ലിജോ, അന്ന ജുവൽ ലിജോ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂരിന്റെ 15 രാപ്പകലുകളെ സംഗീത ലഹരിയിൽ ആറാടിച്ച ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശീല വീണു. വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവം കഴിഞ്ഞ 15 ദിവസമായി തത്സമയം സംപ്രേഷണം ചെയ്ത CCTVക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആദരം. ലൈവ് ടെലികാസ്റ്റിംഗ് ഡയറക്ടർ VK പ്രമോദ് ഉപഹാരം ഏറ്റുവാങ്ങി. ഏകാദശി പൂർണ്ണതയ്ക്കായി ഭക്തർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദ്വാദശി പണ സമർപ്പണം നടത്തി. ത്രയോദശി ചടങ്ങുകൾ നാളെ. കുന്നംകുളം നഗരസഭാ ഭരണം BJP പിടിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളിൽ 95% മോദി സർക്കാരിന്റേതാണെന്നും അവകാശവാദം. കുന്നംകുളം ഗുരുവായൂർ നഗരസഭകളിലെ BJP വികസന രേഖയുടെ പ്രകാശനവും സംസ്ഥാന അധ്യക്ഷൻ നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി UDF, BJP, ജമാഅത്തെ ഇസ്ലാമി സഖ്യമാണെന്ന് LDF. UDFന്റെ വർഗീയ ബാന്ധവത്തിൽ പ്രതിഷേധിച്ച് നിരവധി പേരാണ് കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ച് ഇടതു പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്നതെന്നും LDF നേതൃത്വം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.